ഉത്രാടമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ പറ്റാണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കടയിൽ കയറി. ഇപ്പോൾ അച്ചാറും അവിയലും ബീട്രൂട്ട് പച്ചടിയും കപ്പയൊക്കെ ആയിരുന്നു സൈഡ് ഡിഷായിട്ട് വിളമ്പിയത്. പിന്നെ ചോറ് വിളമ്പിയപ്പോൾ തന്നെ ഞാൻ 4 ഭാഗമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തായിരുന്നു. അയല മീൻ വറുത്തതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ പൊടി തരുമോ എന്ന് ചോദിച്ച് മേടിച്ചു. പിന്നെ കുറച്ച് സവോളയും കൂടെ അവർ തന്നായിരുന്നു. 4 കൂട്ടം കറികളിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ 4 പോർഷനാക്കി വെച്ചത് ഈ ചോറിനെ. സാമ്പാർ ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ മീനിൻ്റെ ഗ്രേവിയും പരിപ്പ് കറി. പുളിശ്ശേരിയും പരിപ്പ് കറിയൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഫിഷ് ഫ്രൈ ഇല്ലേ, അത് ആർക്കും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു മീനിൻ്റെ വല്ലാത്തൊരു സ്മെല്ലൊക്കെ ആയിരുന്നു. ആരും കഴിച്ചില്ല. ഞാനൊരു പകുതിയൊക്കെ എങ്കിലും കഴിക്കാൻ ശ്രമിച്ചായിരുന്നു കേട്ടോ. ആ സവോളയൊക്കെ വെച്ചിട്ട് കഴിച്ചപ്പോഴത്തേനും കുഴപ്പമില്ലാണ്ട് ഞാൻ കഴിച്ചു. പക്ഷേ ആർക്കും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹോട്ടലിൻ്റെ പേരൊന്നും പറയുന്നില്ല കേട്ടോ. നാളെ ഓണമല്ലേ, ഇപ്പോൾ വീട്ടുകാർക്ക് ഡ്രസ്സൊക്കെ മേടിക്കാനായിട്ട് ഒന്ന് പോയായിരുന്നു. അപ്പോൾ പ്രതീക്ഷിതോടെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. പിന്നെ പൂജപ്പുരയിൽ ദ ഫോഗ്രാഫർ എന്ന് പറഞ്ഞ ഒരു ബാൻഡിൻ്റെ പരിപാടി നടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയായിരുന്നു. ഞങ്ങൾ അവസാനമാണ് പോയത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ പോകാത്തതിൻ്റെ റിഗ്രറ്റ് നല്ലോണം ഉണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ മാനവീയവും ആ ഒരു ഭാഗത്തൂടെയൊക്കെ ഒന്ന് പോയി കറങ്ങി. എന്നിട്ട് പിന്നെ ഞങ്ങൾ എ സ്ക്വയർ ബിരിയാണി പോയി. അവിടെ പോയിട്ട് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിരുന്നു. ഞങ്ങൾ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബിരിയാണി വരുന്ന സമയം വരെ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്നു. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ബിരിയാണീൻ്റെ കൂടെ കഴിക്കാനായിട്ട് പപ്പടം കൂടെ വറുത്തെടുത്തായിരുന്നേ. എനിക്ക് പപ്പടം വറുക്കാൻ ഇപ്പോഴും പേടിയാണ്. ഈ ബിരിയാണിയിൽ മുട്ട ഉണ്ടായിരുന്നു, ഒരു ചിക്കൻ ഫ്രൈയും, പിന്നെ ഉള്ളിലാണെങ്കിൽ നല്ല 2-3 വലിയ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു കുറച്ച് ചോറ് മാത്രമേ എടുത്തുള്ളൂ, ഒരു 1/4 ഭാഗം. എന്നെക്കൊണ്ട് അത്രയും പറ്റുള്ളൂ കഴിക്കാൻ. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാം. നാളെ ഭയങ്കര തിരക്കുള്ള ദിവസം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണോ കേട്ടോ.